ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നാം നെട്ടോട്ടമോടുമ്പോൾ മനസ്സിൻ്റെ ആരോഗ്യകാര്യങ്ങൾ നമ്മൾ പൊതുവെ അവഗണിക്കുകയാണ് പതിവ്. സങ്കടം തോന്നുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ കാരണം സ്വയം തിരിച്ചറിയുക നല്ലതാണ്. നിങ്ങളുടെ സങ്കടത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ആദ്യം അറിയണം. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാനോ എന്തെങ്കിലും ചെയ്യാനോ നിങ്ങൾക്ക് തോന്നാത്ത ചില ദിവസങ്ങളുണ്ട്. നിങ്ങൾക്ക് ചില ദിവസങ്ങൾ സങ്കടകരവും ഇരുണ്ടതുമാണെന്ന് തോന്നാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല എന്നതാണ് ഏറ്റവും മോശം കാര്യം. നമ്മുടെ വികാരങ്ങളുടെ കാര്യം വരുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു വലിയ പങ്കുണ്ട്. വാസ്തവത്തിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം പോലും ചില സമയങ്ങളിൽ സങ്കടത്തിന് കാരണമാകും. നമ്മുടെ മാനസിക നില വളരെ താഴ്ന്നതായി അനുഭവപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും സാധാരണമായ കാര്യങ്ങളിൽ ചിലത് ഇവയൊക്കെയാണ്. നിങ്ങളുടെ എനർജി ലെവൽ വളരെ കുറവായിരിക്കും. നിങ്ങളുടെ തലയ്ക്ക് ഭയങ്കര ഭാരം തോന്നും. നിങ്ങൾക്ക് പെട്ടെന്ന് പ്രകോപനം തോന്നും. നിങ്ങൾക്ക് കരയാൻ തോന്നും. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നിങ്ങൾക്ക് കഠിനമായ ശരീരവേദന ഉണ്ടാകാം. ഒന്നുകിൽ നിങ്ങൾക്ക് വിശപ്പ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിശപ്പ് കാണും. നിങ്ങൾക്ക് നിരാശ ഉണ്ടായേക്കാം. ഇതിനൊക്കെ പിന്നിലെ കാരണം എന്താണെന്ന് അറിയുന്നത് വരെ നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഒരു കാര്യം. നമ്മുടെ മനസ്സിന് ദുഃഖം ജനിപ്പിക്കുന്നതിന് സാധാരണ 10 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ ചിലരുടെ തലച്ചോറുകൾ സമ്മർദ്ദത്തെ കൂടുതൽ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ്. ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ മാറ്റം വിഷാദ രോഗത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ് സങ്കടവും. ഇനി അടുത്തത്, സൂര്യപ്രകാശം നമ്മുടെ മനസ്സിനെ കൂടുതൽ ഇരുണ്ടതാക്കും. മറുവശത്ത് സൂര്യപ്രകാശത്തിന് നമ്മുടെ വൈജ്ഞാനിക ചക്രങ്ങൾ ഫലപ്രദമായി വർദ്ധിപ്പിക്കാനും ക്രിയാത്മകമായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയും. ഒരു കൂട്ടം ആളുകളെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാനസികമായി ബാധിക്കുന്നു. അതിൽ ശൈത്യകാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായി വിഷാദരോഗമായി മാറും. ഇത് ഉറക്കം, വിശപ്പ് എന്നിവയിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിയന്ത്രിക്കുന്നതിന് മാത്രമല്ല വിറ്റമിൻ പ്രധാനം. നമ്മളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഇതിന് പങ്കുണ്ട്. വിറ്റമിൻ ഡി, വിറ്റമിൻ B12 എന്നിവ വിഷാദരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ഹോർമോണുകളുടെ അളവ്, പ്രത്യേകിച്ച് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവ വിഷാദത്തെ സ്വാധീനിക്കുന്നു. അങ്ങനെയും നമുക്ക് വിഷാദമുണ്ടാവാം. ഇനി വിഷാദം അല്ലെങ്കിൽ സങ്കടം നമ്മൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോർത്ത് മാത്രമല്ല, മറിച്ച് ജീവിത സംഭവങ്ങളെ നമ്മൾ എങ്ങനെ കണക്കിലെടുത്തു എന്നതിനെക്കുറിച്ച് കൂടിയാണ്. നമ്മൾ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നു, ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ബാഹ്യ പ്രതിഫലങ്ങൾ നമ്മുടെ വഴിക്ക് വരണമെന്നില്ല. ജീവിതം സ്വാഭാവികമായും എപ്പോഴും സന്തോഷകരമാവണമെന്നില്ല. പരീക്ഷണങ്ങൾ, കഷ്ടത, നഷ്ടം എന്നിവ അനിവാര്യമാണ്. നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ സുഖം മാത്രം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചാൽ നമുക്ക് നിരാശരാകേണ്ടി വരും. പ്രയാസകരമായ സമയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ഈ പ്രയാസകരമായ സമയങ്ങൾക്കിടയിലും നമ്മൾ നല്ല കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നതും പ്രധാനമാണ്. ഇതുകൂടാതെ കുട്ടിക്കാലത്തെ ഏതെങ്കിലും ആഘാതം, ദുരുപയോഗം, അവഗണന, ഒരു രക്ഷകർത്താവിൻ്റെ നഷ്ടം എന്നിവ നമ്മുടെ തലച്ചോറിനെ വൈജ്ഞാനികമായി കുറഞ്ഞ രീതിയിൽ വഴക്കമുള്ളതും പ്രതിരോധശേഷി കുറഞ്ഞതുമാക്കി മാറ്റും. അത് നമ്മളെ വിഷാദ രോഗത്തിന് ഇരയാക്കുക കൂടി ചെയ്യും. ഇനി സാമ്പത്തിക പിരിമുറുക്കം, ഏകാന്തത, പ്രിയപ്പെട്ടവരുമായി നിരന്തരം പോരാടുക, ഭീഷണിപ്പെടുത്തൽ, ദീർഘദൂര യാത്രകൾ, പഠനം അല്ലെങ്കിൽ തൊഴിൽപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്നിവ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും വളരെയധികം സമ്മർദ്ദത്തിന് കാരണമാകും. വിട്ടുമാറാത്ത പിരിമുറുക്കം വെല്ലുവിളികൾ അതിജീവിച്ച് തിരിച്ചു വരാനുള്ള നമ്മുടെ കഴിവിനെ കവർന്നെടുക്കുകയും മാനസിക വിഭവങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ നിരാശകളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാത്തതിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് കൂടുതൽ സങ്കടത്തിന് കാരണമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങളിലെ ആന്തരിക ശബ്ദം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, തീരുമാനങ്ങൾ, പെരുമാറ്റങ്ങൾ തുടങ്ങിയവയെ നിരന്തരം വിശകലനം ചെയ്ത് വിമർശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സ്വത്വത്തെ സ്വാധീനിക്കുന്നതാണ്. മനുഷ്യൻ എന്നാൽ ഒരു സാമൂഹിക ജീവിയാണ്. ഏകാന്തത കാലാനുസൃതമായി സമ്മർദ്ദവും വിഷാദവും ക്ഷണിച്ചു വരുത്തും. ഉപേക്ഷിക്കപ്പെട്ടതോ നിരസിക്കപ്പെട്ടതോ ഒഴിവാക്കപ്പെട്ടതോ ആയ തോന്നൽ നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്.